ക്യൂട്ടി പൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി നാളായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറയുമായിരുന്നു നല്ലൊരു മന്തി കഴിക്കണമെന്ന്. അങ്ങനെ ഇന്നെന്തോ പാപം തോന്നിയിട്ട് എനിക്ക് മന്തി മേടിച്ചിട്ട് കൊണ്ടുപോകണം. എനിക്ക് നിയറസ്റ്റ് ഖലീഫ മന്തി ആണെങ്കിലും പുള്ളിക്കാരൻ ഇന്ന് കൊണ്ടുവന്ന ഹലായിസിലാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി മന്തി കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ കസ്റ്റമർ സർവീസാണ്. എൻ്റെ അമ്മ അടിപൊളി കസ്റ്റമർ സർവീസാണ് കേട്ടോ ഇവിടുത്തേത്. അങ്ങനത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വരാനായിട്ടുള്ള കാത്തിരിപ്പാണ്. നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത് നോർമൽ അൽഫാമും കൂടെ തന്നെ ഇവിടുത്തെ ഫേമസ് പെരി പെരി മന്തിയും. ഇതൊരു ടർക്കിഷ് പെരി പെരി മന്തിയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ അൽഫാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അൽഫാം നല്ല ഫ്ലേവർഫുൾ ചിക്കൻ ആയിരുന്നു കേട്ടോ. ഉള്ളിലൊക്കെ എൻ്റെ മസാല ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഇവിടുത്തെ ടർക്കിഷ് പെറിപ്പെറി മന്തി എൻ്റെ പൊന്നു മക്കളെ, പെറിപ്പെറി എന്നുള്ള വാക്കിനോട് 100% നീതി പുലർത്തിയ ഒരു ഐറ്റം തന്നെയായിരുന്നു ഇത്. എൻ്റെ പൊന്നെ അമ്മാതിരി എരിവായിരുന്നു. കൂടെ തന്നെ ഒരു ടാങ്കി ടേസ്റ്റും കൂടെ വരുന്നുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇതെനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിനൊക്കെ എരിവൊന്ന് മാറ്റാനായിട്ട് ഒരു ലൈം ജ്യൂസ് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് എന്തായാലും ലുലു മാൾ വഴിയിലേ പോകുന്നത്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറാമെന്ന് വെച്ചു. ഈ ചോക്ലേറ്റ്സ് ഒക്കെ വെറുതെ എടുത്ത് നോക്കുന്നതേ ഉള്ളൂ, എന്തായാലും മേടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോഴാണ് ഇത് എങ്ങനെ ഒരു ഐറ്റം അവിടെ ഇരിക്കുന്നുണ്ടത്. ഇതെന്താണ് സംഭവം എന്നത് നോക്കിയപ്പോഴാണ് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രേപ്സ് ആണെന്ന് മനസ്സിലായത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് സെക്ഷനിലോട്ട് പോയി. ഇവിടുത്തെ കേക്ക്സും ഡോണറ്റ്സും ഒക്കെ മേടിച്ചില്ലെങ്കിലും എടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.